ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞങ്ങളുടെ ഫാമിലി എല്ലാവരും കൂടെ ഒരു യാത്ര പോവാണ്. വേറെ എവിടേക്കുമല്ല, ഞങ്ങൾ ഒന്നും കൂടിയും ഓണം ആഘോഷിക്കാൻ പോവാണ് ഇവിടെ ഗാനയിൽ. അപ്പം ഞങ്ങൾ ഗാനയിൽ ഇവിടെ മലയാളികൾക്കെല്ലാം വേണ്ടിയിട്ടൊരു അസോസിയേഷൻ ഉണ്ട്, ഗാന ഇന്ത്യൻ മലയാളി അസോസിയേഷൻ, ജിമ. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് നടത്തുന്നൊരു പ്രോഗ്രാമാണ് ഇത്തവണത്തെ ഓണം സെലിബ്രേഷൻ. ഇന്ന് ദിവസം സെപ്റ്റംബർ 22-ാം തീയതിയാണ്. അപ്പോൾ ഞങ്ങൾ അവിടേക്ക് പോവാണ്. പിന്നെ മറ്റൊന്നും കൂടെ ഉണ്ട്, ഞങ്ങൾ ഈ ഒരു പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സെലിബ്രേഷൻ മാത്രമല്ല, ഞങ്ങൾ ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു നിശ്ചിത തുക നമ്മളുടെ വയനാട്ടിലെ സഹോദരങ്ങൾക്ക് വേണ്ടി നമ്മളാൽ കഴിയുന്ന വിധം, പ്രവാസികൾ എന്ന രീതിയിൽ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാവരും കൂടെ പറ്റുന്നത് ഒരു ചെയ്യാനുള്ളൊരു ഫണ്ട് സമാഹരണം കൂടെ ഉണ്ട്. അപ്പം അതും കൂടി ലക്ഷ്യം വെച്ചിട്ടാണ് ഈ ഒരു സെലിബ്രേഷൻ ഇവിടെ നടക്കുന്നത്. അപ്പോൾ ആഫ്രിക്കയിൽ ഗാനയിൽ എത്ര മലയാളീസ് ഉണ്ട് നിങ്ങൾക്ക് കാണണ്ടേ? ഇതാ വന്നിട്ട് നമുക്ക് കാണാം. അപ്പം ഇതാ എൻ്റെ സഹധർമ്മിണി നമ്മളുടെ ധന്യ ഇവിടെ ഉണ്ട്, അൻഷു ബാക്കിലുണ്ട്. ഹാപ്പി ഓണം പറയുന്നില്ല അൻഷു? നമ്മൾ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞാണ്, എന്നാലും പുതിയതായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടി ഹാപ്പി ഓണം പറയാണ്. പിന്നെ ബാക്ക് സൈഡിൽ നമ്മൾ ആമിക്കുട്ടി ഉറങ്ങുകയാണേ. അപ്പം ഞങ്ങളിപ്പോൾ സമയം ഏതാണ്ട് ഒരു 10 ആയി. 10:30 നമ്മളവിടെ എത്തേണ്ടതാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാണ്. ഓക്കെ ഗൈസ്, നമുക്ക് അവിടെ നിന്ന് കാണാം. ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ എല്ലാവരും എത്തിയിട്ടുണ്ട്. ഇപ്പം ജിമയുടെ പ്രസിഡൻ്റാണ് സന്തോഷ് ചേട്ടൻ. നമസ്കാരം, എല്ലാവർക്കും ഓണാശംസകൾ. ഞങ്ങളുടെ ഈ പ്രാവശ്യത്തെ ഓണം ബേസിക്കലി ഒരു ഞങ്ങൾ ഈ വയനാടിൻ്റെ ഒരു പർട്ടിക്കുലർലി വയനാടിൻ്റെ ഒരു ചാലഞ്ചസ് ഫേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഓണത്തിൻ്റെ എൻട്രി ഫീസിൻ്റെ ഒരു 20% ഓഫ് ദ കോൺട്രിബ്യൂഷൻ ചീഫ് മിനിസ്റ്റർ ഫണ്ട്സ് റിലീഫ് ഫണ്ടിലേക്ക് ഞങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ഓൺ ബിഹാഫ് ഓഫ് ജിമ മലയാളി അസോസിയേഷൻ. താങ്ക് യു. ഒറ്റയ്ക്ക് ഫോട്ടോ എടുക്കാൻ നമ്മൾ ആരും സമ്മതിക്കരുതല്ലോ. അതെ, ചെയ്തിട്ടുണ്ട്. കുറച്ചായി കന്നഡ ഇടാം, കന്നഡ എന്ന് വാങ്ങിക്കണോ? അങ്ങനെ ഒരു ഓണക്കാലം കൂടെ നമുക്ക് മുൻപിലൂടെ കടന്നു പോയിരിക്കുന്നു. കൂടെ നിർത്താൻ വയനാട്ടിനെ എന്ന ലക്ഷ്യത്തോടെ ഇത്തവണ ഗാനയിൽ ഓണം സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ഞങ്ങളുടെയൊക്കെ മനസ്സിൽ വയനാട്ടിലെ സഹോദരങ്ങളുടെ മുഖങ്ങളായിരുന്നു. അപ്പോൾ ഓണത്തിന് സാരി മസ്റ്റാണല്ലോ. അതുകൊണ്ട് തന്നെ 1 മണിക്കൂറത്തെ വാരിച്ചുറ്റൽ പരിപാടിയൊക്കെ തീർത്ത് പോരാത്തതിന് വൈകുന്നേരം വരെ ഇരിക്കേണ്ടതല്ലേ എന്നൊക്കെ വിചാരിച്ച് കുറച്ച് പുട്ടി കന്നത്തിലൊക്കെ ഇട്ട് കൂട്ടത്തിൽ മക്കളെയും ഒന്ന് മിനുക്കിയെടുത്ത്, എൻ്റെ ഭർത്താവാണെങ്കിലോ 100 സ്പീഡിൽ വണ്ടിയൊക്കെ ഓടിച്ച് ഞങ്ങളിവിടെ എത്തി നോക്കുമ്പോൾ ആളുകളൊക്കെ എത്തി തുടങ്ങുന്നേ ഉള്ളൂ. എങ്കിൽ പിന്നെ വന്ന കൂട്ടത്തിൽ ആരാണ് ഓവറായിട്ട് മേക്കപ്പ് ചെയ്തത്? ചുമ്മാ പറഞ്ഞതാട്ടോ. ആരാണ് ഈ കൂട്ടത്തിലെ ഏറ്റവും സുന്ദരനും സുന്ദരിയുമായി വന്നിരിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് എല്ലാവരുടെയും അടുത്ത് കൂടെ ക്യാമറയും എടുത്ത് നടന്നു. കൂട്ടത്തിലുള്ള പല മുഖങ്ങളും എനിക്ക് പരിചയമായി വരുന്നതേയുള്ളൂ. 3 വർഷമായിട്ട് ഞാൻ ഗാനയിലുണ്ടെങ്കിലും ഇതുപോലുള്ള ആഘോഷ ദിവസങ്ങളിലാണ് നമ്മൾ ഇന്ത്യൻസിലുള്ള ഒട്ടുമിക്ക പേരെയും നമ്മൾ കാണുന്നത് തന്നെ. എല്ലാ പ്രവാസി മലയാളികളും കാത്തിരിക്കുന്ന ആഘോഷമാണ് ഓണം. അപ്പോൾ എല്ലാവർക്കും ഇത്രത്തോളം ഇഷ്ടമാവാനുള്ള കാരണം മലയാളികളുടെ ഒത്തൊരുമ തന്നെയാണ് കേട്ടോ. ഞങ്ങൾ പ്രവാസികൾ ആഘോഷങ്ങളെ കൂടുതൽ ഇഷ്ടപ്പെടുന്നവരാണ്. ഇന്ത്യയിലുള്ള എല്ലാ വിശേഷങ്ങളും ഞങ്ങളിവിടെ ആഘോഷിച്ച് തിമർക്കാറുണ്ട്. നമ്മൾ ഈ ഗാനയിലെ ടെമയിലുള്ള കുറച്ച് ആളുകൾ ചേർന്നിട്ട് ഒരു ഡാൻസ് പഠിച്ച് ഓണത്തിന് കളിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിൻ്റെയൊക്കെ ഒരു വെപ്രാളത്തിലായതുകൊണ്ട് തന്നെ നമ്മുടെ കൂട്ടത്തിൽ വന്നിട്ടുള്ള പലരുടെയും ഫേസ് ഞാൻ വീഡിയോയിൽ എടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ആർക്കും എന്നോട് ഒരു പരിഭവം തോന്നരുത്. ഓണാവുമ്പോ നമ്മളെ മഹാബലിനെയും വാമനനെയും മറക്കാൻ പറ്റുമോ നമുക്ക്? അവരല്ലേ ഓണം ഉണ്ടാക്കിയത്.
അതുകൊണ്ട് ഇപ്രാവശ്യത്തെ മഹാബലി വിഹാനായിരുന്നു. മായേച്ചിയും സിജ്നേച്ചിയും അനന്തവും ചേർന്നിട്ട് മഹാബലിനെ ഒരുക്കിയെടുക്കുന്ന സമയത്ത് അതിൻ്റെ അപ്പുറത്ത് ഞാനും ചാന്ദിനി ചേച്ചിയും അതുപോലെ ലിൻചേച്ചിയും ചേർന്നിട്ട് അൻഷുവിനെ വാമനനായിട്ടും ഒരുക്കിയെടുത്തു. മുണ്ടഴിഞ്ഞു പോവാതിരിക്കാനുള്ള സകല അഭ്യാസവും ഞാൻ അവിടെ ചെയ്യുന്നുണ്ടായിരുന്നു. ആരെടുത്തു കൊടുക്കുമോ അൻഷുവിന് മുണ്ട് എന്ന് തപ്പി നടന്നപ്പോഴാണ് ചാന്ദിനി ചേച്ചീനെ കണ്ണിൽ പെടുന്നത്. ചേച്ചിനോട് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഒരു പേടിയും പേടിക്കണ്ട, ഞാൻ സെറ്റാക്കി തരാമെന്ന്. അങ്ങനെ ഒരു കുട്ടി വാമനനാക്കി അൻഷുവിനെ മാറ്റി. ബാക്കിയുള്ളവരുടെ മുന്നിൽ ഡ്രസ്സ് അഴിച്ചിടാൻ ആദ്യം കുറച്ച് ചമ്മൽ കാണിച്ചെങ്കിലും പിന്നെ അവരത് എൻജോയ് ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്തു. ഘാനയിലെ ഇന്ത്യൻ ഹൈ കമ്മീഷണറായ മനീഷ് ഗുപ്ത സാറാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. Onam, as you know, is a harvest festival, and it is also a time to celebrate the legendary homecoming and benevolence of King Mahabali. പിന്നീട് അങ്ങോട്ട് ഡിലേ ഒന്നും ഇല്ലാതെ തന്നെ എല്ലാ കലാപരിപാടികളും വേഗത്തിൽ നടന്നു. കൊച്ചുകുട്ടികളുടെ ഡാൻസും സ്കിറ്റും തിരുവാതിരക്കളിയും കൂടാതെ മറ്റു ഡാൻസും പാട്ടും എല്ലാം കൂടി ഓണം മനസ്സിൽ തങ്ങി നിൽക്കുന്നതായിരുന്നു. എല്ലാവരും എൻജോയ് ചെയ്തു എന്ന് അവരുടെയൊക്കെ മുഖം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. വന്നിരിക്കുന്ന കൂട്ടത്തിൽ മലയാളികൾ മാത്രമല്ല ഉള്ളത്. നമ്മുടെ ഓണത്തെ സ്നേഹിക്കുന്ന ഇന്ത്യയുടെ പല ദേശവാസികളും ഇവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഡാൻസിന്റെ എല്ലാം ചെറിയ ചെറിയ ക്ലിപ്സ് മാത്രമേ നമുക്ക് തൽക്കാലം ഇടാൻ കഴിയൂ. മക്കളെല്ലാം വേറെ ലെവലായിരുന്നു. പൊളി വൈബ്. നമുക്കൊരു പ്രത്യേക ഇഷ്ടം അവരോട് തോന്നിപ്പോവും. പിന്നെ നമ്മൾ ഈ ചില പെർഫോമൻസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് രോമാഞ്ചം വരാറില്ലേ, അത്തരത്തിലുള്ള ഒരു ഡാൻസ് പെർഫോമൻസ് ആയിരുന്നു ഇത്. മണ്ണ് മാത്രം മതി. അത് ഞാൻ എന്റെ കാൽക്കാലം കൊണ്ട് അലിയെടുത്തു കൊള്ളാം. അങ്ങയുടെ ഇച്ഛ പോലെ. വാമനൻ ആദ്യത്തെ കാലടി കൊണ്ട് ഭൂമിയും രണ്ടാമത്തെ കാലടി കൊണ്ട് ആകാശം അലർന്നു. അങ്ങ് പല വാക്ക് പാടിച്ചാടും. ആ മൂന്നാമത്തെ അടി എവിടെയാണ് അടിയെടുക്കേണ്ടത്? അങ്ങ് നമ്മുടെ സ്വാമി മഹാവിഷ്ണുവാണ്. അങ്ങയുടെ കാൽപ്പാടും എന്റെ ശിരസിൽ വെച്ചുകൊള്ളുക. നാം നിന്നിൽ സന്തുഷ്ടനായിരിക്കുന്നു. അങ്ങേക്ക് എന്ത് ഓർമ്മ വേണ്ടത്? എന്റെ പ്രജകൾ ഇടയ്ക്ക് അണുവാനുള്ള അനുവാദം അങ്ങ് നൽകണം. എല്ലാ വിഭവങ്ങളോടും കൂടിയിട്ടുള്ള സദ്യ ഇപ്പോഴും ആലോചിക്കുമ്പോൾ വായിൽ വെള്ളം വരുന്നുണ്ട്. ഇതെല്ലാം ഒരു ഹോട്ടലിലും റെസ്റ്റോറൻറ്റിൽ നിന്ന് നമ്മൾ ഓർഡർ ചെയ്ത് വാങ്ങിച്ചതല്ല. ഇവിടെ എത്തിയിട്ടുള്ള ഓരോരുത്തരുടെയും തലേ ദിവസത്തെ കഷ്ടപ്പാടാണ് ഈ കളർഫുള്ളായി നമ്മൾ കാണുന്ന ഐറ്റംസ്. സത്യം പറയാലോ, ഒന്നുകൂടി കിട്ടിയാൽ കഴിക്കാൻ തോന്നുന്നുണ്ട്. പായസം ആ കാര്യം പറയുകയാണെങ്കിൽ പിന്നെ ഒരു രക്ഷയില്ലാത്തതായിരുന്നു. ഉണ്ടാക്കിയവർക്ക് ഒരു സ്പെഷ്യൽ താങ്ക്സ്. ഫുഡ് കഴിഞ്ഞ ഉടനെ പിന്നെ ഗെയിംസ് സ്റ്റാർട്ട് ചെയ്തു. മക്കളുടെ മ്യൂസിക്കൽ ചെയറിൽ നിന്നായിരുന്നു തുടക്കം. ആമി, ഇതിന്റെ അടുത്ത് കൂടെ പോ, ചെയറിന്റെ അടുത്ത് കൂടെ പോട്ടോ. Please here to the Run, 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 run. We have a chase. Fast, go run.
ഷോർട്ട് കട്ട് എടുത്തു. ചേറിൽ പോയിരിക്കുന്നേ. ഇത് ഗെയിംസിൽ നിന്ന് ഔട്ടായിട്ടുള്ള കരച്ചിലാണ് ഗൈസ്. സിസ്റ്റേഴ്സ് ആണ് സമാധാനിപ്പിക്കുന്നത്. കുട്ടികളുടെ കഴിഞ്ഞപ്പോൾ പിന്നെ ലേഡീസിന്റെ ഒഴായി. നടക്കാൻ കുറച്ച് മടിച്ചികളായിരുന്നു ലേഡീസ്. ചെയർ ആയിരുന്നു എല്ലാവരുടെയും ലക്ഷ്യം. പിന്നെ അങ്ങോട്ട് വാശിക്കളിയായിരുന്നു. 2 സുന്ദരികളിൽ ആര് ജയിക്കുമെന്നറിയാൻ ഞങ്ങൾക്ക് ആകാംക്ഷയും. ആരായിരിക്കും വിജയിച്ചിട്ടുണ്ടാവുക? കുട്ടികളുടെ ബിസ്ക്കറ്റ് കടി മത്സരമായിരുന്നു കോമഡി. കുട്ടികളുടെ എണ്ണം കൂടിയപ്പോൾ അത് വിചാരിച്ച പോലെ നടത്തിയെടുക്കാൻ പെട്ടെന്ന് കഴിഞ്ഞില്ല. ഈ സൈഡിൽ കൈ യൂസ് ചെയ്യരുത്. Don't use hands. ജെൻസിനുള്ള മ്യൂസിക്കൽ ചെയറും അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ കുറച്ചുകൂടി ആക്റ്റീവ് ആയതുകൊണ്ട് തന്നെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ചെയേഴ്സ് ഇട്ടത്. You see, we know these people, they will not give first or second to somebody because they are our brothers. 4 മണി ആയപ്പോഴേക്കും നല്ല ചൂട് ചായയും അതിൻ്റെ കൂടെ പഴംപൊരിയും സെർവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ഓണം എനിക്ക് ഒരുപാട് നല്ല നല്ല ഓർമ്മകളാണ് സമ്മാനിച്ചിട്ടുള്ളത്. ഇനിയും നിങ്ങളുടെ ഓണാഘോഷം കഴിഞ്ഞില്ല എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ. ഇതോടുകൂടിയിട്ട് ഇക്കൊല്ലത്തെ ഓണാഘോഷം സമാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഒരുപാട് നല്ല നല്ല സൗഹൃദങ്ങൾ എനിക്ക് ഇവിടെ നിന്ന് കിട്ടി. അപ്പം എല്ലാവരും കട്ട വെയിറ്റിങ്ങിലാണ് വടംവലിക്ക് വേണ്ടിയിട്ട്. ആണെന്നോ പെണ്ണെന്നോ എന്നുള്ള വേർതിരിവൊന്നും ഇവിടെ ഇല്ല കേട്ടോ. ആരും ആരെയും നിർബന്ധിക്കാനും പോണില്ല. ഇഷ്ടമുള്ള ആർക്കും വന്ന് സ്വന്തം ഇഷ്ടത്തോടു കൂടിയിട്ട് കളിക്കാം. നമ്മൾ കാത്തിരുന്ന വടംവലിക്ക് മുൻപായിട്ട് കുട്ടികളുടെ കുപ്പിയിൽ വെള്ളം നിറയ്ക്കുന്ന ഒരു പ്രോഗ്രാം കൂടി അവിടെ നടക്കുന്നുണ്ടായിരുന്നു. 4 പേരടങ്ങുന്ന ഒരു ടീം. അങ്ങനെയായിരുന്നു കണക്ക്. And they can run at a time. Okay. And the game is for a minute. Julius, the game is for a minute, okay? And now listen, they all can run with water. Everybody can run. Everybody can run. Bring. Everybody can run. Water on the water.
water bottle. One minute. വെള്ളം എടുത്തിട്ട് വാ. One minute. Water വെള്ളം പോയി bottle. എടുക്ക്. വെള്ളം വെള്ളം Inside the bottle, വെള്ളം not outside. ലൈക്ക് ദിസ്. ഓക്കേ? Yes. Pour inside. ബോട്ടിൽ മാറി. Not ബോട്ടിൽ outside. എവിടെയാ? Pour the water. വെള്ളം എടുത്തിട്ട് വാ. മെല്ലെ ഓടി. Last 30 seconds. Last 30 seconds. ഓടി. Yes. പോ പോ പോ. Water inside. No running. Where the water? Who's going up? Look what? Yes. Who's going up? Listen, Amanda. Listen. Lakshmi. Listen, Raja. Listen, Ross. Go the water. Yes. Listen down. Of all. മോൾ ഇതിലല്ല. Jayan. ആയിട്ടില്ല വലിക്കാനായി. അൻഷു വെയിറ്റ് ചെയ്യ. ആയിട്ടില്ല ഇപ്പോഴല്ല. സ്റ്റാർട്ട് പറയട്ടെ. Look here. Kids. സ്റ്റാർട്ട് പറയൂ. Look here. Look. What I am saying. You see? So we are starting the tug of war for the kids. Tie the rope. Tie the rope. Thank you. Tie the rope. Tie the rope. Swasti. Tie the rope. അൻഷു പിടിക്ക്. Swasti. Tie the rope. Ready? Start. Hurry up. Start. Ready? Start. Next time, side change. Akhil Pavitra, we are inviting you to give a momentum from Jima for the wonderful support for the Athapugalam. Ready? Girls ready? Start. Wash. Adi. Ona. Tiru ona. Wash. Ade. Wadichu. Ede. Wash area ona is animal. Cooking. On my left side, you are the winners. The kids. So please take the rope. Are you ready? Ready? Go! Walera. Wash area. It's okay. Tie the rope. Are you ready? GTA. Tie the rope. Aye. Tie the rope. Alaga. Are you ready? Yes, start! Wash. GTA. Yes. Only this round over. It is still not over. Please take the side. Watching out, beta. Okay. Ready? വലിച്ച്. Tie the rope. Are you ready? Go! It's over. Jayma. Gurannanga Mayama. Ade. Wash. 1, 3. Jayma. It's over. Jayma 1. Are you ready? Yes, go! Wash. 1, 2, 3, പടക്കുന്നു. 3 അതെ വീണ്ടും ഒന്നാണോ? It's over. 1. Are you ready? വലിച്ചു നിൽക്കട്ടെ, വിട്ടു നിൽക്കരുത്, വലിച്ചു നിൽക്കട്ടെ, കൊടുക്കരുത്. Boys and 50 വിട്ടു കൊടുക്കരുത്, വലിച്ചു നിൽക്കട്ടെ. Yeah, it's over. So, Jamie. Yes, here we go. വലി. Yes, it is over. ടൈറ്റാക്കി പിടി ഫസ്റ്റ് ഓഫ് ഓൾ എന്താ അങ്ങോട്ട് സ്ലോപ്പാ അതവിടെ
സുഖമായിട്ട് പിടിച്ചാൽ വലിച്ച പോലെ അതാണ് അല്ലെ മാക്സിമം ടൈറ്റ് പിടി കാല് ലോക്കട്ടെ Yes, here we go. Belly. Yes, it's over. Now we have the semi-final for the big pass. It will be against Ready? Yes, go! വാശി ജീത്തിയാണോ ജയമയാണോ അങ്ങോട്ടും ഇങ്ങോട്ടും ജീത്തി ജീത്തി അതല്ല ജയമാൻ ജീത്തി ജീത്തിയല്ല ജയമാൻ Yes, it's over. GT won the... Yes, here we go! വാശി മധു വിമാനത്തിൽ കടന്നുപോയിരിക്കണോ യെസ് അതാണ് വരി വീണു ജയ് വലിച്ചേർന്നു ഇല്ല വലിച്ചേർന്നു ഇല്ല It's over. Listen to him, okay? Ready? Yes, here we go! Start! വലിച്ചേർന്നു ജയ് ആഫ്രിക്കയിലെ ഗാനയിലെ ഞങ്ങളുടെ ഓണാഘോഷം നിങ്ങൾക്കും ഇഷ്ടമായെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തൊക്കെയാണെങ്കിലും നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.